Hello everyone, welcome to Hybrid Campus. This is our commerce faculty Gopika. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് MSU BCom ലെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ട്രേഡ് എൻക്വയറീസ് ആണ്. നമുക്കറിയാം ഒരു എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്യാണ്, എന്തെങ്കിലും പറ്റി ചോദിച്ചറിയുക എന്നുള്ളതാണ് നമ്മളൊരു എൻക്വയറി ആയിട്ട് പറയാം. അപ്പോൾ എന്തായിരിക്കും ട്രേഡ് എൻക്വയറി? ട്രേഡ് എൻക്വയറി പറഞ്ഞാൽ ബിസിനസിന്റെ കാര്യങ്ങൾ, അതിന്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ സർവീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ ട്രേഡിനെ പറ്റിയിട്ടോ ബിസിനസ് ട്രാൻസാക്ഷനെ പറ്റിയിട്ടോ എന്തിനെ പറ്റിയിട്ടോ ഒരു ബിസിനസ് ടു ബിസിനസ്സോ അല്ലെങ്കിൽ ബിസിനസ് ടു ഇൻഡിവിജ്വലോ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിലോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോർമാറ്റിലോ നമ്മൾ ചോദിച്ചറിഞ്ഞാൽ അതാണ് ട്രേഡ് എൻക്വയറി പറയുന്നത്. ബിസിനസ് സംബന്ധിച്ച് എന്തും നമ്മൾ ചോദിച്ചറിഞ്ഞ ഒരു ഇൻഫർമേഷൻ സീക്ക് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു ട്രേഡ് എൻക്വയറിയിൽ വരും. അത് പ്രൈസിങ്ങിനെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ അവൈലബിലിറ്റി ആയിരിക്കും, ഷിപ്പിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ബിസിനസ്സുമായി എന്ത് ഡീറ്റെയിൽസ് നമ്മൾ ചോദിച്ചറിഞ്ഞാൽ ഒരു ട്രേഡ് എൻക്വയറിയാണ്. ബേസിക്കലി പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഫോമിലോ ഒരു ക്വസ്റ്റ്യൻ ഫോമിലോ നമ്മൾ എന്ത് ഇൻഫർമേഷൻ സീക്ക് ചെയ്താൽ അത് ഒരു ട്രേഡ് എൻക്വയറി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓർഡർ ആൻഡ് എക്സിക്യൂഷൻ ആണ്. ഒരു പ്രൊഡക്റ്റോ സർവീസ് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിലെത്തുന്നവരുള്ള ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അതിൽ ആദ്യം പറയുന്നതാണ് പ്ലേസ്മെന്റ് ഓഫ് ഓർഡർ. നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് അഥവാ ഒരു ക്ലയന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ആദ്യം ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം. എന്നാലല്ലേ നമ്മുടെ ഡീറ്റെയിൽസ്, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ അതെല്ലാം വെച്ച് നമ്മൾ ആദ്യം ഒരു ഓർഡർ പ്ലേസ് ചെയ്യും. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സ് പറയുന്നത് പ്ലേസ്മെന്റ് ഓഫ് ഓർഡർ. സെക്കൻഡ് ആണ് ഓർഡർ കൺഫർമേഷൻ. നമ്മുടെ ഇങ്ങനൊരു പ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലർ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡർ ഒരു അക്നോളജ്മെന്റ് കിട്ടും, നമ്മൾ ഓർഡർ കൺഫേം ആക്കിയിട്ടുണ്ട്. അതിൽ പ്രൈസിങ്ങിനെ പറ്റിയിട്ട് ഡെലിവറി ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ അഡീഷണൽ ഇൻഫർമേഷൻസിലൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. അതാണ് ഓർഡർ കൺഫർമേഷൻ പറഞ്ഞത്. തേർഡ് സ്റ്റെപ്പാണ് പ്രോസസ്സിംഗ് ഓർഡർ. നമുക്ക് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെല്ലർ അവരെ ഇൻവെന്ററി ഒക്കെ ചെക്ക് ചെയ്യും, ആ പ്രൊഡക്റ്റ് ഇല്ലേ എന്നുള്ള ചെക്ക് ചെയ്യുക, പേയ്മെന്റ് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ പ്രിപ്പയറിംഗ് ടു ഷിപ്മെന്റ്, നമ്മുടെ പ്രൊഡക്റ്റ് ഷിപ്മെന്റിനായി റെഡി ആയിരിക്കുന്ന ടൈമാണ് പ്രോസസ്സിംഗ് ഓഫ് ഓർഡറിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് എക്സിക്യൂഷൻ ഓഫ് ഡെലിവറി. എക്സിക്യൂഷൻ ഓഫ് ഡെലിവറിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഷിപ്പിംഗ് ചെയ്തു, ഫിസിക്കൽ ആയിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ ഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, അത് ഇനി കസ്റ്റമറിൽ കൈക്ക് എത്താനുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആണ് ഈ എക്സിക്യൂഷൻ ഓഫ് ഡെലിവറി. ഫിഫ്ത്ത് ആണ് കൺഫർമേഷൻ ഓഫ് ഡെലിവറി. കൺഫർമേഷൻ ഓഫ് ഡെലിവറിയിലാണ് നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുക. അപ്പം നമുക്ക് ഇൻവോയ്സ് ബില്ലൊക്കെ തരുമല്ലോ, അപ്പം നമ്മൾ കൺഫേം ചെയ്യും നമ്മുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ള കൺഫർമേഷൻ കിട്ടും. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫീഡ്ബാക്ക് ആൻഡ് ഫോളോ അപ്പ്. നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു സർവീസ് പ്രൊവൈഡർ ഡ്യൂട്ടി കഴിഞ്ഞില്ല, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ, നമ്മുടെ പ്രൊഡക്റ്റും കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ എന്നൊരു ഫീഡ്ബാക്ക് അവർ കളക്ട് ചെയ്യും. അതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ്. അത് ഒരു കസ്റ്റമർ റിലേഷന് വേണ്ടിയിട്ടാണ്, മെയിൻറ്റെയിൻ കസ്റ്റമർ റിലേഷന് വേണ്ടിയിട്ടാണ് ഫീഡ്ബാക്ക്. അപ്പൊ എന്തൊക്കെയായിരുന്നു? പ്ലേസിംഗ് ആ ഓർഡർ, ഓർഡർ കൺഫർമേഷൻ, പ്രോസസിംഗ് ഓർഡർ, എക്സിക്യൂഷൻ ആൻഡ് ഡെലിവറി, കൺഫർമേഷൻ ഓഫ് ഓർഡർ, ഫീഡ്ബാക്ക് ആൻഡ് ഫോളോ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് ആൻഡ് സ്റ്റാറ്റസ് എൻക്വയറീസ് ആണ്. എന്തായിരിക്കും ക്രെഡിറ്റ് ആൻഡ് സ്റ്റാറ്റസ് എൻക്വയറീസ്? ആ പേര് തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുമ്പോൾ അയാൾ റീപേ ചെയ്യാൻ വില്ലിംഗ് ആണോ എന്ന് നോക്കുന്നതാണ് ക്രെഡിറ്റ് ആൻഡ് സ്റ്റാറ്റസ് എൻക്വയറീസ്. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എലിജിബിൾ ആണോ, ഈ ക്രെഡിറ്റ് അവർ തിരിച്ചടയ്ക്കാൻ എലിജിബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ഈ ക്രെഡിറ്റ് സ്റ്റാറ്റസ് എൻക്വയറീസിൽ പറയുന്നത്. ഓക്കെ, അതിൽ വരുന്നതാണ് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ. ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ലീഗൽ സ്ട്രക്ചറിൽ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ലല്ലോ എന്ന് അവർ നോക്കും, അതുള്ളതാണ് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ. പിന്നെ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ പാസ്റ്റ് ഉള്ള ഡോക്യുമെന്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട്, അപ്ഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അവർ നമ്മൾ തിരിച്ചടക്കാൻ കോൺഫിഡന്റ് ആണോ അല്ലേന്ന് ആ സ്റ്റേറ്റ്മെന്റ് നോക്കി അവർക്ക് മനസ്സിലാകും. അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കിയാൽ മതിയല്ലോ. അതാണ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അവർ നോക്കും. പിന്നെ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻവോയ്സ്. വല്ല നമ്മൾ ഇൻവോയ്സ് വല്ലതും കൊടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, കിട്ടാക്കടം വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ വല്ല ഡിസ്പാരിറ്റീസ് തമ്മിൽ നടക്കുന്നുണ്ടോ നോക്കുന്നതാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻവോയ്സിൽ. പിന്നെ പറയുന്നത് ട്രേഡ് റെഫറൻസ് ആണ്. ട്രേഡ് റെഫറൻസിൽ സപ്ലൈസിനൊക്കെ അവെയർ ആണ്, വല്ല ചേഞ്ചസും ട്രേഡ് റെഫറൻസിൽ വരുത്തിയിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ്. ഓക്കെ, അതാണ് അത്രയും നമുക്കൊരു ക്രെഡിറ്റ് സ്റ്റാറ്റസ് എൻക്വയറിയിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ പറയുന്നത് കളക്ഷൻ ലെറ്റർ പറ്റിയിട്ടാണ്. എന്തായിരിക്കും കളക്ഷൻ ലെറ്റർ? കളക്ഷൻ ലെറ്റർ ഒരു കമ്മ്യൂണിക്കേഷൻ ലെറ്റർ നമ്മൾ സെൻഡ് ചെയ്യണതാണ്. അത് കൊടുക്കുക ക്രെഡിറ്റർക്കായിരിക്കും. ഒരു കളക്ഷൻ ഏജൻസി ക്രെഡിറ്റർക്ക് അല്ലെങ്കിൽ ഡെപ്റ്റർക്ക് കൊടുക്കുന്നതാണ് ഒരു കളക്ഷൻ ലെറ്റർ പറഞ്ഞത്. ഇത് എന്തിനാ കൊടുക്കേണ്ടാവുക? അവര് ഫെയിൽ ടു ഫുൾഫിൽ ദ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ, വല്ല കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ
നമ്മൾ ഈ കളക്ഷൻ ലെറ്റർ കൊടുക്കും. കളക്ഷൻ ലെറ്റർ കൊടുക്കുന്നത് നമ്മൾ റിമൈൻഡ് ചെയ്യാണ്, നമ്മൾ ഈ കടം കിട്ടാക്കടം ഉണ്ട്, അത് തിരിച്ചടയ്ക്കാൻ റിമൈൻഡർ ആണ് എന്ത് കളക്ഷൻ ലെറ്റർ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് പേയ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ റിക്വസ്റ്റഡ് പേയ്മെന്റ്സ് അങ്ങനത്തെ ഒരു പൊട്ടൻഷ്യൽ സീക്വൻസിൽ നമ്മൾ ഡെബിറ്റ് റിമാൻഡ് ചെയ്യാം. അൺപെയ്ഡ് ആയിട്ടുള്ള ഇത്ര എമൗണ്ട് ഉണ്ട്, ഇത് റീപേ ചെയ്യണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ റിമൈൻഡിങ് ആണ് ഒരു കളക്ഷൻ ലെറ്റർ എന്ന് പറയുന്നത്. A collection letter is a written communication sent by a creditor or a collection agency to a debtor who failed to fulfill their financial obligation. These letters are part of debt collection process and serve remind the debtor their outstanding payments. നമ്മൾ പറഞ്ഞല്ലോ റിമൈൻഡ് ചെയ്യാണ്, നമുക്ക് ഇത്ര റിമൈൻഡേഷൻ വരുന്നത് നമുക്ക് ഇത്ര ഉണ്ട് നമ്മൾ അത് അടയ്ക്കണം എന്നുള്ള റിമൈൻഡേഷൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തരുന്നത് ഈ കളക്ഷൻ ലെറ്റർ വഴിയാണ്. അപ്പൊ ഈ കളക്ഷൻ ലെറ്ററിന്റെ പ്രോസസ് ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രെഡിറ്റർ ആൻഡ് ഡെപ്റ്റർ ആണ്. ക്രെഡിറ്റർ ഡെപ്റ്റർക്ക് കൊടുക്കുകയാണ്, എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടാനുണ്ട്, ഈ മാസം തന്നിട്ടില്ല എന്നുള്ള രീതിയിൽ അവർ ഓർമ്മിപ്പിക്കുന്നതാണ് ഒരു കളക്ഷൻ ലെറ്ററിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് പറഞ്ഞത് സെയിൽസ് ലെറ്ററിനെ പറ്റിയാണ്. സെയിൽസ് ലെറ്ററും ഒരു റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഡ്രാഫ്റ്റ് ചെയ്തതാണ്. ഇതിന്റെ പ്രൈമറി പർപ്പസ് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് ആക്ഷൻ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ആയിട്ടാണ് ഒരു സെയിൽസ് ലെറ്റർ എപ്പോഴും പ്രവർത്തിക്കുക. അവരുടെ ഒരു ക്യാമ്പയിൻ, സെയിൽസ് ക്യാമ്പയിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് പ്രോഡക്റ്റ് സർവീസസ് ഐഡിയസ് അതിന് വേണ്ടിയിട്ട് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടായിരിക്കും ഒരു സെയിൽസ് ലെറ്റർ പ്രവർത്തിക്കുക. അവരുടെ എയിം എന്താ, ഒരു റീഡർക്ക് അത് അറ്റൻഷൻ ആയിരിക്കും. നമ്മൾ നോക്കുമ്പോൾ ഒരു ഹൈലൈറ്റ് ആയി കണ്ടിട്ട് നമ്മുടെ കടയിൽ ഇത്ര ഓഫർ ഉണ്ട് അല്ലെങ്കിൽ അവിടുത്തെ പോസിറ്റീവ് ആണ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആയിട്ട് അവർക്ക് എന്താ എപ്പോഴും ഒരു പർച്ചേസ് നടത്തണം എന്നായിരിക്കും. അതിന് വേണ്ടിയിട്ട് അവരൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു സെയിൽസ് ലെറ്റർ പറഞ്ഞത്. ഒരു സ്പെഷ്യൽ പ്രൊമോഷനാണ് സെയിൽസ് ലെറ്റർ. നമുക്കൊക്കെ ഇടയ്ക്ക് കിട്ടാറില്ല സെയിൽസ് ലെറ്റർ, അവിടെ ഡിസ്കൗണ്ട്സ് അല്ലെങ്കിൽ മെഗാ ഓഫേഴ്സ് എന്നൊക്കെ പറയുന്നത് അതൊക്കെ അവരുടെ സെയിൽസ് ലെറ്റർ ആണ്. Okay, sales letter is a written communication drafted with the primary purpose of pursuing the recipient of a specific action, typically make a purchase of engaging some form of business transaction. These letters are often to use marketing and sales campaign. അവർ ക്യാമ്പയിൻ ആയിരിക്കും, ഒരു സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ക്യാമ്പയിൻ കൂടിയാണ് ഈ ഒരു സെയിൽസ് ലെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സർക്കുലർ ലെറ്റർ ആണ്. സർക്കുലർ ലെറ്റർ നമ്മൾ പൊതുവെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, സർക്കുലർ വന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സർക്കുലർ ലെറ്റർ പറഞ്ഞാൽ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായി വരുന്ന ഒരു ലെറ്റർ ആണ്. വല്ല പ്രത്യേകമായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഇൻഫർമേഷൻസോ ഷെയർ ചെയ്യുക, ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അനൗൺസ്മെന്റ് ചെയ്യാം, ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കുന്നതാണ് സർക്കുലർ. ഈ എക്സാം ഒക്കെ ഒരു സർക്കുലറായിട്ടും നോട്ടിഫൈ ഒക്കെ ചെയ്ത് ഇറക്കില്ലേ, അതിനൊരു സ്പെഷ്യൽ ഇൻഫർമേഷൻ നമ്മളിലേക്ക് എത്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, സർക്കുലർ ലെറ്റർ ഇസ് എ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈ സെൻഡ് ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ. ഒരു ലാർജ് നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയോ ഇന്റേണൽ ആയിട്ടും ഒരു സർക്കുലർ ഇറക്കാറുണ്ട്. Typical the purpose of sharing information, making announcement or conveying message to a broad audience. ഇത് തന്നെയാണ് സർക്കുലേറ്ററിന്റെ മെയിൻ എയിം. ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അനൗൺസ്മെന്റ്, ഒരു മെസ്സേജ് ഒരു വലിയ ഓഡിയൻസിക്ക് പെട്ടെന്ന് എത്തിക്കുക, അതിനാണ് ഒരു സർക്കുലർ ഇറക്കുക. ഓക്കെ, അത്രയൊക്കെയായിരുന്നു നമ്മുടെ ട്രേഡ് എൻക്വയറീസിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞത് ട്രേഡ് എൻക്വയറീസിനെ പറ്റിയിട്ടായിരുന്നു. ഒരു ബിസിനസ്സിൽ ആ ഒരു ഇൻഫർമേഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ട്രേഡ് എൻക്വയറി. പിന്നെ നമ്മൾ ഓർഡർ ആൻഡ് എക്സിക്യൂഷനെ പറ്റി പറഞ്ഞു, അതിൻ്റെ പ്രോസസ്സ് പറഞ്ഞു. പിന്നെ നമ്മൾ ക്രെഡിറ്റ് സ്റ്റാറ്റസ് എൻക്വയറീസ് പറഞ്ഞു, കളക്ഷൻ ലെറ്റർ ആൻഡ് സെയിൽസ് ലെറ്റർ, ലാസ്റ്റ് വൺ സർക്കുലർ ലെറ്റർ. ഇത്രയൊക്കെയായിരുന്നു ഈ ചാപ്റ്റർ ഉണ്ടായിരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. താങ്ക് യു.